ഹായ്, നമസ്കാരം. ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയാലും യൂട്യൂബ് ഓപ്പൺ ആക്കിയാലും ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയാലും ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്ന ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന വീട് ആകർഷിക്കാം, പണത്തെ ആകർഷിക്കാം, സമ്പത്തെ ആകർഷിക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ ആകർഷിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള പല വിഷയത്തെ ബേസ് ചെയ്ത് ടോപ്പിക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് എങ്ങനെയാണെന്ന്. സ്ഥിരമായി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വീഡിയോസ് കാണുന്നുണ്ടാവും. അതിനനുസരിച്ച് അവർ പറഞ്ഞ ട്രിക്സും ടിപ്സും മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, ടെക്നിക്സ് ഒക്കെ. പക്ഷെ ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും സംസാരിക്കുന്ന ഒരു കാര്യമാണ്, സാർ എന്തൊക്കെ ചെയ്താലും എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണുന്നില്ല. ഓക്കെ, സോ പുതുതായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ കണ്ട് മനസ്സിലാക്കി, ഓക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ, ഈ സംഭവം വെച്ച് എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതത്തെ മാറ്റി പോസിറ്റീവായിട്ടുള്ള കൊണ്ടുവരാൻ പറ്റുമല്ലേ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ സമ്പത്ത് സമൃദ്ധി ഐശ്വര്യമൊക്കെ കൊണ്ടുവരാൻ പറ്റുമല്ലേ എന്ന് ഇങ്ങനെ കരുതി എന്ത് ചെയ്യും, അവര് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. പക്ഷെ പ്രാക്ടീസ് ചെയ്തൊരു 4-5 ദിവസമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലും വ്യത്യാസം കാണുന്നില്ല. അപ്പോൾ ഉടനെ വന്ന് സംസാരിക്കും, സാർ ലോ ഓഫ് അട്രാക്ഷൻ്റെ എക്സ്പേർട്ട് അല്ലേ സാറ്, സോ എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്തിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വർക്ക് ആവുന്നില്ല. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് പല ടെക്നിക്സ് പറയും, മാഡം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ സാർ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള ഒരു രഹസ്യം ഞാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇനി മുതലേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന് ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാലും ആ ടെക്നിക്ക് നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടെക്നിക്ക് നിങ്ങൾ സ്ഥിരമായി ഒരു നിശ്ചിത കാലയളവിൽ ഉപയോഗിച്ച് വരുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള റീപ്രോഗ്രാമിംഗ് സംഭവിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ ആ ടോപ്പിക്ക് മാറി. ഇവിടെ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കൊരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എനർജി മണ്ഡലമുണ്ട്. ഒരു എനർജി മണ്ഡലം. ഈ എനർജി മണ്ഡലം എങ്ങനെയാണെന്ന് വർക്കാവും ചോദിച്ചാൽ, ഇന്ന് നിങ്ങൾ എന്താണോ കണ്ടത്, കേട്ടത്, മനസ്സിലാക്കി പഠിച്ചത്, എന്താണോ വിശ്വസിക്കുന്നത്, അത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ഉണ്ടാവില്ല, റിഫ്ലക്ഷൻ സംഭവിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്ന എപ്പോഴും ചോദിച്ചാൽ, ഇറ്റ് വിൽ ടേക്ക് മിനിമം 21 days, 21 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വ്യത്യാസം കണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത് ഇനി ഏത് കാര്യത്തിലാണെങ്കിലും അല്ലെ, ഒരു കോഴി അതിന്റെ മുട്ട അത് അടയിരുന്ന് വിരിഞ്ഞ് അതിന്റെ അടുത്ത തലമുറയെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ, മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുണ്ടാവണമെങ്കിൽ മിനിമം 21 ദിവസം വേണം. ഏതൊരു പ്രോസസ്സിനാണേലും അതിൻ്റെതായ രീതിയിൽ ഒരു നിശ്ചിത സമയം ഉണ്ടാവും. അപ്പോൾ നിലവിൽ നമ്മുടെ എനർജി മണ്ഡലം അത് ചേഞ്ച് സംഭവിച്ചാലേ, അതിനൊരു ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുള്ളൂ. അപ്പോൾ 555, 777, അങ്ങനെ പലതരത്തിൽ 333, അങ്ങനെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. അത് ഇൻസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ എൻ്റെ ലൈഫിൽ ഡിഫറൻസ് വരണമെങ്കിൽ നിങ്ങളുടെ ആ എനർജി മണ്ഡലം മാറണം. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും അത് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. ജീവിതത്തിൽ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇന്നലകളിൽ നിങ്ങൾ ചിന്തിച്ചത്, ഫീൽ ചെയ്തത്, ഇമാജിൻ ചെയ്തതിന്റെ റിസൾട്ടാണ് ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇന്നലകളിൽ എന്താണോ നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളുടെ ചിന്തകളിലൂടെ, അതാണ് ഇന്ന് നിങ്ങൾ റിയാലിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, റിയാലിറ്റിയിൽ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിയാലിറ്റിയിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തലങ്ങളിലേക്ക് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ ഇന്ന് നിങ്ങളുടെ ചിന്തകളിൽ, ഫീലിങ്സ്, ഇമോഷൻസിലൊക്കെ വ്യത്യാസം വരുത്തണം. എങ്ങനെ? ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെയാണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഫീലിങ്സ്, ഇമോഷൻസ് ഇപ്പൊ സമയം കൊടുക്കണം. അപ്പൊ ഇപ്പൊ കൊടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ കൊടുത്തു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങളുടെ ആ ഊർജ്ജ മണ്ഡലത്തിൽ വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ. ഊർജ്ജ മണ്ഡലം ആ പഴയ നെഗറ്റീവ് ഫീലിംഗ്, ഇമോഷൻസിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താണോ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ തലങ്ങളിലേക്ക് നമ്മൾ ഇപ്പൊ മുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതിനാണ് പലപ്പോഴും പറയുന്നത്, ഇന്ന് നിങ്ങൾക്ക് പണമില്ലെങ്കിൽ ഇന്ന് പണമുള്ള വ്യക്തിയെ പോലെ നിങ്ങൾ അഭിനയിക്കണം, ഇന്ന് പണം ഉള്ള ആളെ പോലെ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾക്ക് 5 രൂപയുള്ളൂ, 5 രൂപ ഉള്ള ആ വ്യക്തിയെ പോലെ ഫീലിങ്സ്, ഇമോഷൻസോട് ജീവിക്കണം. നിങ്ങൾക്ക് 5000 രൂപയുള്ളൂ, ആ തരത്തിൽ ഫീലിങ്സ്, ഇമോഷൻസ് കൊടുത്ത് ജീവിക്കണം. അവിടെയാണ് നമ്മുടെ എനർജി മണ്ഡലത്തിൽ വ്യത്യാസം വരുത്താൻ പോകുന്ന അടുത്ത വലിയൊരു ടോപ്പിക്. ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ ഉള്ളത്
അതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫീലിങ്സ് ഇമോഷൻസിലെ പുതിയ തലങ്ങളിലേക്ക് വ്യത്യാസം വരുത്താനായിട്ട് പറ്റും. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹിച്ചതുപോലെ ഒരു സംഭവം നടക്കാത്തതിന് കാരണം എന്നാണ്? നിങ്ങൾ എനർജി മണ്ഡലം വ്യത്യാസം വരുത്തുക. എനർജി മണ്ഡലത്തിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രമേ പുതിയ അവസരങ്ങൾ, സമ്പദ് സമൃദ്ധി നിങ്ങളിലേക്ക് അട്രാക്ട് ആവുള്ളൂ. കാരണം ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസി വസ്തുക്കളെല്ലാം ഒരുമിച്ചിരിക്കുന്ന അട്രാക്ട് ചെയ്യുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾഡ് ഫീലിംഗ് ഫ്രീക്വൻസി, ഓൾഡ് എനർജി മണ്ഡലത്തിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പണം അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സമ്പദ് സമൃദ്ധി അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യത്യാസം നോക്കിയൊന്ന്, ഓൾഡ് ഫീലിംഗ് ഫ്രീക്വൻസിയിലും ന്യൂ ഫീലിംഗ് ഫ്രീക്വൻസിയിലും രണ്ട് വ്യത്യാസം കണ്ടോ? പഴയ തലങ്ങളിൽ നോക്കുമ്പോൾ പണമില്ല, പ്രശസ്തിയില്ല, ജോലിയില്ല, ആഗ്രഹിച്ച ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ തലങ്ങളിൽ ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഫ്യൂച്ചർ സെയിം ലൈക്ക് യെസ്റ്റർഡേ, ഇന്നലെ എന്തായാലും ഒന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്, വ്യത്യാസം ഉണ്ടാവില്ല. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇച്ചിരി സമയം കൊടുക്കുക. സ്ഥിരമായി ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യും, പല ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യും. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അതിന് ഒരുപാട് നിങ്ങളുടെ എനർജി മണ്ഡലത്തിൽ വ്യത്യാസം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, എവറി ഡേ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാണോ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. എല്ലാ ദിവസവും 4:30 മെഡിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ മെഡിറ്റേഷൻ എവറി ഡേ 4:30 AM ഞങ്ങൾ മെഡിറ്റേഷൻ തരുന്നുണ്ട്. വെറും 500 രൂപയേ ഉള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് 500 രൂപ. കഴിഞ്ഞ 1 വർഷമായിട്ട് 500 രൂപയ്ക്ക് 30 days മെഡിറ്റേഷൻ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ മെഡിറ്റേഷൻ. ഇനി അങ്ങനെയല്ല, പേയ്മെന്റ് ഒന്നും കൊടുക്കാനില്ല, അയ്യോ ഞാൻ പാവപ്പെട്ട വ്യക്തി എന്ന തരത്തിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാർക്ക് 5 മണിക്ക് ഫ്രീ സെഷൻ ഉണ്ട്. അവിടെ വാട്ടർ ടെക്നിക്ക് ഉണ്ട്, മണി അഫോർമേഷൻസ് കൊടുക്കുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് അഫോർമേഷൻസ് കൊടുക്കും, ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. രാവിലെ എണീക്കുമ്പോൾ രാത്രി കിടക്കാൻ പോകുന്ന മുന്നേ ഒരു ബുക്ക് എടുക്കുക. ബുക്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, അന്ന് രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി എഴുതുവേ. നിങ്ങളുടെ എനർജി മണ്ഡലം ചേഞ്ച് ഉണ്ടാവും. ഈച്ച് ആൻഡ് എവറിത്തിങ്, ഓരോ സംഗതികൾ എടുക്കുമ്പോഴും ഓരോ സംഗതികൾ വയ്ക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ആ സംഗതികൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറ. താങ്ക് യു സോ മച്ച്. പണമില്ല നിങ്ങൾ പറയുന്നു, പക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മനോഹരമായി നടന്നു പോകുന്നുണ്ട്. 3 നേരം ഭക്ഷണം കഴിക്കുന്നു, വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ പറ്റുന്നുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ അവർ സാറ് തട്ടിയും മുട്ടിയും പോകുന്നുണ്ട്. ഈ തട്ടിയും മുട്ടിയും പോകാനെങ്കിലും ധനമുണ്ടല്ലോ. പക്ഷെ എത്രയോ പേർക്ക് അതുപോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കൂല എന്നല്ല, സംഭവിക്കും. പക്ഷെ ആദ്യം നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിലുള്ള ആ ഒരു എനർജി മണ്ഡലം വ്യത്യാസം വരുത്തണം. അത് വ്യത്യാസം വരണമെങ്കിൽ മിനിമം ഞാൻ പറഞ്ഞതുപോലെ ഒരു 21 days സ്ഥിരമായി പേഷ്യൻസ് കൊടുത്തുകൊണ്ട്, തമ്പുരാനെ വിശ്വസിച്ച്, പ്രകൃതി വിശ്വസിച്ച്, നിങ്ങളെ വിശ്വസിച്ച് ധൈര്യമായിരിക്കുക. സ്ഥിരമായി അത് പ്രാക്ടീസ് ചെയ്യണം. ഏത് കാര്യമാണ്, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഈസ്, യോഗയാണെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഈസ്, എങ്കിലേ ലൈഫിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ മാനിഫെസ്റ്റേഷൻ എക്സ്പേർട്ടാണ്. ഇന്ന് എന്റെ ജീവിതത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അതിനുവേണ്ടി കുത്തിയിരുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ വരുമ്പോഴാണ് അതിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പല എനർജി മണ്ഡലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. ആക്ച്വലി എവറിത്തിങ് ഇസ് പോസിബിൾ. എല്ലാം പോസിബിൾ ആണ്. ബട്ട് ഇറ്റ്സ് അബൌട്ട് അവർ തോട്ട്സ്, ബിലീഫ്, ഫീലിംഗ്, ഇമോഷൻസ് ആൻഡ് എവറിത്തിങ്. നമ്മുടെ ചിന്തകൾ, ഫീലിങ്സ്, നമ്മുടെ വിഷ്വലൈസേഷൻ ബേസ് ചെയ്തുള്ള ഇതിനൊക്കെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ പല സംഗതികളെയും നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട്. സോ ഇറ്റ്സ് പോസിബിൾ. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ട് ഉറപ്പായിട്ട് അപ്കമിങ് വീഡിയോസിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി, മാനിഫെസ്റ്റേഷനെ പറ്റി, സ്പിരിച്വാലിറ്റിയെ പറ്റി, മണിയെ പറ്റി ഒക്കെ ഞാൻ സെഷൻസ് എടുക്കുന്നുണ്ടാവും. അതുപോലെ ഡെപ്തിൽ ഇറങ്ങി സംതിങ് ബിഗ് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേഴ്സണൽ സെഷൻസ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സസ് പർച്ചേസ് ചെയ്യാം. നമുക്ക് പലതരത്തിലുള്ള കോഴ്സസുകളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്, ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ, നോമ മെഡിറ്റേഷൻ, മണി മാസ്റ്ററി, ഓപ്പനോ ഹീലിംഗ് സെഷൻ.
ഒരുപാട് സെഷൻസ് ഉണ്ട്. പക്ഷെ അത്രമാത്രം ആ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വി ഹാവ് ടു ലേൺ ദെൻ ഓൺലി വി കൻ ഏൺ. നിങ്ങൾ കേട്ടിട്ടുണ്ട്. കുറച്ച് സമയം കൊടുക്കുക, നിങ്ങളുടെ ലൈഫിലെ ഗ്രോത്തിൽ കൊണ്ടുവരാനായിട്ട് ഇച്ചിരി സമയം കൊടുക്കുക. ലൈഫ് ബ്യൂട്ടിഫുൾ ആവും. വെറുതെ പറയുന്നതല്ല, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയും. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നിന്നുള്ള ആൾക്കാരാണ്. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടി പല നോളജും തരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. സോ നിങ്ങളും വരിക. ഉറപ്പായിട്ട് ഈ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ഗ്രീൻ ട്രൂത്ത് എത്രമാത്രം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എത്രമാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്തു നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഉള്ള ആൾക്കാർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, വോട്ടേഴ്സ്, ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ അടുത്ത വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. മനോഹരമാവട്ടെ ജീവിതം, സൂപ്പറാവട്ടെ. മറക്കരുത്, എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ ക്ലാസ് ഉണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.